പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും മാത്തമാറ്റിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ ആ തിയറത്തിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാം. എന്തായിരുന്നു അത്? ആംഗിൾ ബിറ്റ്വീൻ എ കോഡ് ആൻഡ് എ ടാൻജന്റ് ത്രൂ ദ എൻഡ് പോയിന്റ് ഓഫ് ദാറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി ഓപ്പോസിറ്റ് സെഗ്മെന്റ്, അല്ലെങ്കിൽ ഈക്വൽ ടു ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ദാറ്റ് കോഡ്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്രമത്തിൽ പഠിച്ചു പോരുക. ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോരുന്നത്. ക്രമത്തിൽ ആ പോയിന്റുകൾ പഠിച്ചു പോരണം. അങ്ങനെ നിരന്തരം അത് നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ക്രമത്തില് എല്ലാം വരച്ച് എഴുതി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്ന് കിടക്കാം. In the picture, the sides of the large triangle are tangents to the circumcircle of the small triangle through its vertices. Calculate the angles of the large triangle. ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ചെറിയ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 80 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ആർ ഗിവൺ. ദെൻ ആ ട്രയാങ്കിളിന്റെ വേർട്ടിസസിൽ കൂടി കടന്നു പോകുന്ന മറ്റൊരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. ത്രൂ ഇറ്റ്സ് വേർട്ടിസസ് കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ചെറിയ ട്രയാങ്കിള്, പിന്നെ ഒരു സർക്കിള്, ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ പ്രത്യേകത, സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ടാൻജൻസ് ടു ദി സർക്കിൾ. അതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫിഗർ കാണുമ്പോൾ ആദ്യം നിങ്ങൾ എന്തായിരിക്കാം ചെയ്യുക? യെസ്, അത് തന്നെ 80ഉം 60ഉം ഉണ്ടെങ്കിൽ ഇതെത്ര എന്ന് നിങ്ങൾ ചിന്തിക്കും, അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം. എ ബി സി എന്ന് പേര് കൊടുത്തിട്ട് ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഇസ് ഈക്വൽ ടു പറഞ്ഞ എത്ര ഡിഗ്രി ആംഗിളെ? 180യിൽ നിന്ന് 60ഉം 80ഉം കൂടെ കുറച്ച് കൂട്ടിയത് കുറക്കുക, അല്ലെ? 180ൽ നിന്ന് എത്ര കുറക്കും? 140 മൈനസ് ചെയ്താൽ 40 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. സോ ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ പി, ഇത് ആംഗിൾ ക്യൂ, ആംഗിൾ ആർ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ആംഗിൾ ബിറ്റ്വീൻ എ കോഡ്, നമുക്കിപ്പോ ഈ ബി സി എന്ന കോഡ് പറയാം. കോഡ് ബി സി ആൻഡ് a tangent through the end point of that chord. ആ ഞാണിന്റെ ഒരു അഗ്രബിന്ദുവിൽ കൂടിയുള്ള തൊടുവര. മനസ്സിലാവുന്നുണ്ടല്ലോ? ബി സി എന്ന ഞാണും ഞാണിന്റെ ഒരു അഗ്രബിന്ദുവിൽ കൂടിയുള്ള തൊടുവരയും, അപ്പോ ഇത് തമ്മിലുണ്ടാക്കുന്ന കോൺ എന്തിനു തുല്യമായിരിക്കും? ഈസ് ഈക്വൽ ടു ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ദാറ്റ് കോഡ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇവിടെ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും എന്നാണ്. അതിന്റെ പകുതി എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ എളുപ്പവഴി പറഞ്ഞത് ആ കോഡ് ഇവിടുത്തെ ബി സി എന്ന കോഡാണ്. അപ്പൊ ബിയിലും സിയിലും വിരലോ ഒന്ന് പിടിച്ചു നോക്കിയിട്ട് ഇത് എവിടെ പോയി മീറ്റ് ചെയ്യുന്നു? യെസ്, എയില്. സോ ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ 40 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇത് 40 ഡിഗ്രി. ഇതേ പ്രോപ്പർട്ടി തന്നെ ഇപ്പുറം പറയുക. എ ബി എന്ന ഞാണും കോഡ് എ ബി ആൻഡ് എ ടാൻജന്റ് ത്രൂ ബി, ഏത്? പി ബി, ആംഗിൾ ഈസ് ഈക്വൽ ടു എന്തിനു തുല്യം? എ ബിയുടെ രണ്ട് എൻഡ് പോയിന്റിലും പിടിച്ച് എവിടെ പോയി? ഇവിടെ വന്നു. കണ്ടോ? ഇവിടെ വന്നു. എയിലും ബിയിലും പിടിച്ച് എവിടെ പോയി? 60യിൽ പോയി. അപ്പോ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി മക്കളെ, ആർ സി ആർ ബി, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാലോ? യെസ്, ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ. ദ ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ ആർ സെയിം എന്ന് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഹിയർ ദർ ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഒരു സമപാർശ്വ ത്രികോണം കിട്ടി. ഒരു വൃത്തത്തിന്റെ ബാഹ്യബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസ് ആംഗിൾസ് ആർ ഈക്വൽ 40. ഓക്കെ, അപ്പൊ ഇത് 40ഉം 40ഉം ആയാൽ കണ്ടോ? അപ്പൊ നമുക്ക് അടുത്തതായിട്ട് എഴുതുന്ന കാര്യം എന്താണ്? ആംഗിൾ ആർ ബി സി is equal to 40 degree. RBC 40 degree. Therefore, angle
BACയും 40 ഡിഗ്രി. കണ്ടോ? ഇനി നമുക്ക് ഈ ആംഗിൾ പറയാം. എത്രയാണ്? ആംഗിൾ PBA is equal to 60 ഡിഗ്രി. Therefore ഏത് ആംഗിൾ PBA എന്തിന് തുല്യമാണ്? ACBക്ക് തുല്യമാണ്. ACBയും 60 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി പറഞ്ഞ കാര്യം എന്താ? BA RB is equal to RC. RB is equal to RC. Therefore this is an isosceles triangle. So angle RCB is equal to 40 degree. ഇത് 40. അതുപോലെ ഇവിടെ പറഞ്ഞേ ഈ ആംഗിളും 60 ഡിഗ്രിയാണ്. ഏത്? PAB. ആംഗിൾ PABയും 60 ഡിഗ്രിയാണ്. കാര്യം എന്താന്ന് പിടികിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ദിസ് കോഡ് AC എന്ന കോഡും സിയിൽ കൂടിയുള്ള ടാൻജന്റും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? CA എന്ന കോഡാണ് സിയിലും എയിലും പിടിച്ച് എവിടെ അവസാനിക്കുന്നു? 80 ഡിഗ്രിയിൽ. സോ ദിസ് ആംഗിൾ ഈസ് 80 ഡിഗ്രി. അപ്പോ നമുക്കിവിടെ പറയാം ഏത്? ആംഗിൾ ACQ. ആംഗിൾ ACQ 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രി. Therefore ആംഗിൾ QACയും എത്ര ഡിഗ്രി? 80 ഡിഗ്രി. ഇതും 80 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി ഇത് 40 ഇത് 40 ആയാൽ ഇത് എത്ര? ഇത് 40 ഇത് 40 ആയാൽ 180 മൈനസ് 40 പ്ലസ് 40 80 ആയ 100 ഇവിടെ വരും അല്ലെ? ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 മൈനസ് 80 100. ആംഗിൾ P എത്രയാന്ന് പറഞ്ഞേ? 180 മൈനസ് 120. ആംഗിൾ P ഈസ് ഈക്വൽ ടു 180 മൈനസ് 120. 60 120 ബാക്കി 60. അതുപോലെ തന്നെ ആംഗിൾ Q ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 എത്ര? 160 എത്ര? 160 എത്ര? 20 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 20 ഡിഗ്രി. നോക്കിയേ എത്രയൊക്കെയാണ്? 100ഉം 60ഉം 20ഉം 180 ഡിഗ്രി. മനസ്സിലായില്ലേ? നിങ്ങൾ എഴുതുമ്പോ ഭംഗിയായിട്ട് നിങ്ങൾ ക്രമത്തിൽ എഴുതണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് പഠിച്ചു വെച്ച് നിർത്തിയ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇനി ഇതേ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാനുള്ള വേറൊരു രീതി പറഞ്ഞു തരട്ടെ. ഇതില് സെന്റർ ജോയിൻ ചെയ്യുക. സെന്ററിലേക്ക് ഈ കോഡിന്റെ N പോയിന്റ്സ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോ എന്ത് പറ്റും? ഇത് 80യും 60യും ആണ്. ഇത് 40 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് എത്ര കിട്ടും? 80 കിട്ടും. ശരിയല്ലേ? ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 60യും 80യും ആയിരുന്നു. അതുകൊണ്ട് ഈ ആംഗിൾ 40 എന്ന് പറഞ്ഞു. ഇനി ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ആംഗിൾ A 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ A ഉണ്ടല്ലോ 3 അക്ഷരം കൊണ്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ സർക്കിൾസ് പറഞ്ഞപ്പോഴും പറഞ്ഞാണ് ആംഗിൾ BAC ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്നുള്ളതില് ആംഗിൾ BA മാറി O ആവുമ്പോൾ ഉണ്ടല്ലോ ഈ A മാറി O ആവുമ്പോൾ 40ന്റെ ഇരട്ടിയാവും. സെൻട്രൽ ആംഗിൾ ആവും. അതേസമയം O മാറാതെ വേറെ ഏതെങ്കിലും ഈ കോഡിലുള്ള ആർക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിൽ സെയിം ആയിരിക്കും. അതായത് BAC ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ BDC ഇവിടെ ഒരു പോയിന്റ് ആണെങ്കിൽ BEC ഒക്കെ സെയിം ആയിരിക്കും. 40 40 40 ആയിരിക്കും. നിങ്ങൾ ആ ചാപ്റ്റർ ആ ക്ലാസ്സുകളൊക്കെ ഒന്നുകൂടി കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ ഇവിടെ BOC 80 ഡിഗ്രി. ഇത് 40 ആണെങ്കിൽ ഇത് 80. എന്നിട്ട് ഇത് 80 ആണെങ്കിൽ ഇത് എത്രയാണ്? നമ്മളിപ്പോ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ. എത്രയാണ്? 180 മൈനസ് 100. Therefore ആംഗിൾ R is equal to 180 minus 80 is equal to 100 degree. 180 minus 80, this angle is 100 degree. കണ്ടോ? നമ്മൾ ഡയറക്റ്റ് പോരുന്ന കണ്ടോ? ഇത് 80 ആണെങ്കിൽ ഇത് 100. ഇനി ഇപ്പുറം എങ്ങനെ കാണുമെന്ന് പറയാവോ? നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വരച്ചു നോക്കാം. കണ്ടോ? ഇത് വരയ്ക്കുമ്പോ ഇത് 80 ആയതുകൊണ്ട് ഇത് എത്ര? ഏത് ആംഗിൾ AOC എത്ര കിട്ടും? ABC 80 ആണ്. ആംഗിൾ ABC 80 ഡിഗ്രി. ആംഗിൾ B മാറി O ആക്കി. AOC എത്രയായിരിക്കും? 2 into 80 160 ആവും. കണ്ടോ? ഇത് 80 ആണെങ്കിൽ ഇത് 160. AOC 160 ആവും. ഇത് 160 ആണെങ്കിൽ ഇത് എത്ര? 20. Therefore ആംഗിൾ Q is equal to 180 minus 160 20 ഡിഗ്രി. കണ്ടോ? അങ്ങനെ 20 കിട്ടി. ഇനി മൂന്നാമത്തെ P ഈ രീതിക്ക് വരണമെന്നില്ല. ആംഗിൾ P is equal to 180 മൈനസ് ഇത് 20 ആണ് ഇത് 100 ആണ്.
അപ്പോ 100+20 ചെയ്ത് കിട്ടുന്ന 180 - 60 ചെയ്താൽ എത്ര? 180 - 120 ചെയ്താൽ കിട്ടുന്ന എത്ര? 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി. അങ്ങനെ 60 എന്ന് കിട്ടും. 60, 20, 100. ഇതാണ് മറ്റൊരു രീതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാട്ടോ. ഏതെങ്കിലും രീതിയിൽ പഠിക്കാൻ നന്നായിട്ട് പഠിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ തൊട്ടു മുൻപ് കണ്ടു പഠിച്ച അതേ പ്രോബ്ലത്തിന് സമാനമായിട്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ്. ചോദ്യം ഇതാ: In the picture, the sides of the large triangle are tangents of the circumcircle of the smaller triangle through its vertices. Calculate the angles of the smaller triangle. നമ്മള് തൊട്ട് മുൻപ് പഠിച്ചത് ഉള്ളിലെ ട്രയാങ്കിളിന്റെ ആംഗിൾ മെഷേഴ്സ് തന്നിട്ട് നമ്മൾ പുറത്തുള്ള വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കുക ചെയ്തത്. ഇത് നേരെ കൺവേഴ്സ് ആയിട്ട് ചെയ്യുക. ആ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് പറയാമല്ലോ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുക? യെസ്, നിങ്ങൾ പറയും PA = PB അല്ലെ? ടാൻജൻസ് ആണ്. ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ ആർ സെയിം. PA ഈസ് ഈക്വൽ ടു PB. അതുകൊണ്ട് ഈ ആംഗിളും തുല്യമായിരിക്കും. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ആർ ഈക്വൽ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ആംഗിൾ PAB ഈക്വൽസ് ആംഗിൾ PBA ഈസ് ഈക്വൽ ടു PAB എന്ന് പറയുന്ന ഇത്, PBA എന്ന് പറയുന്ന ഇത് രണ്ടും എന്തിന് ഈക്വൽ ആയിരിക്കും? 180 നിന്ന് 60 കുറച്ചിട്ട് അതിന്റെ പകുതി എടുക്കാം അല്ലെ? 180 - 60യുടെ പകുതി വീതമായിരിക്കും 120/2 ആയിരിക്കും. എത്ര? 60 ഡിഗ്രി വീതം ആയിരിക്കും എന്നർത്ഥം. സോ ദീസ് ടു ആംഗിൾസ് ആർ 60. സോ ദിസ് ട്രയാംഗിൾ ഈസ് ആൻ ഈക്വലാറ്റ് ട്രയാംഗിൾ എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഒരു കാര്യം കിട്ടി. ഇനി നിങ്ങൾ 60ഉം 40ഉം ആണെങ്കിൽ ഇതെത്ര? 60ഉം 40ഉം 100 കഴിഞ്ഞ് ഇത് 80 ഡിഗ്രി ആണ് എങ്കിൽ ഇതെത്ര എന്ന് നിങ്ങൾക്ക് പറയാം അല്ലെ? ഈ പറഞ്ഞ പോലെ എന്താ പറയാ, QB = QC. ഇതുപോലെ തന്നെ QB = QC ആണ്. QBയും QCയും ആയതുകൊണ്ട് ദിസ് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ബേസ് ആംഗിൾസ് ആർ ഈക്വൽ. എത്ര വീതം കിട്ടുമെന്ന് അറിയാൻ ഏത് QBAയും ആംഗിൾ QBC is equal to angle QCB എത്ര വീതമായിരിക്കും? 180 - 80 ചെയ്തിട്ട് പകുതി കൊടുത്താൽ മതി. അപ്പൊ എത്ര വീതം? 100/2. എത്ര? 50. 50 മനസ്സിലാവുന്നില്ലേ? ഇനി അടുത്തതായിട്ട് ഇത് 40 ഡിഗ്രി അല്ലെ? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. ആംഗിൾ RACയും ആംഗിൾ RCAയും എത്ര വീതമാണ്? 180 - 40 ചെയ്തിട്ട് അതിന്റെ പകുതി അല്ലെ? 180 - 40 ചെയ്തിട്ട് അതിന്റെ പകുതി വീതം എടുക്കുക. 140യുടെ പകുതി 70. സോ ദീസ് ടു ആംഗിൾസ് ആർ 70. കേട്ടോ? ഈ രണ്ട് ആംഗിളും 70 കിട്ടി. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ സ്മോളർ ട്രയാംഗിൾ എന്നാണ്. ഉള്ളിലെ ചെറിയ ത്രികോണത്തിന്റെ കോണുകൾ എത്ര വീതം എന്നാണ് കാണേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇനി പറയാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ? ആംഗിൾ ഇവിടെ 3 ആംഗിളും കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. സോ ആംഗിൾ A is equal to ഇവിടെ എന്ത് എഴുതാം? 180 - 60 + 70. 180ൽ നിന്ന് 60 + 70 മൈനസ് ചെയ്താൽ BAC കിട്ടും. അപ്പോ ആംഗിൾ BAC is equal to 180 - 60 + 70 130. എത്ര? 50 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. കണ്ടോ? ഇത് മൂന്നും കൂടെ കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണം. അതാണ് അതിന്റെ കാരണം. ഇവിടെ അതുപോലെ തന്നെ ഈ ആംഗിളിന്റെ പേര്, ഉള്ളിലെ ആംഗിളിന്റെ പേര് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 180 മൈനസ് പറഞ്ഞ് 60ഉം 50ഉം 60 + 50 എത്ര? 110 കുറക്കണം. എത്ര കിട്ടും? 70 കിട്ടും. ഇത് 70. നോക്കിയേ, ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്താൽ 180 കിട്ടണമെന്ന് അർത്ഥം അല്ലെ? ഇനി അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ ACB ഈസ് ഈക്വൽ ടു എത്ര? 180 - 50 + 70 പറഞ്ഞേ 50ഉം 70ഉം 120 180 എന്ന് കുറച്ചാൽ 60 കിട്ടും. സോ ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി. കണ്ടോ? എന്ത് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിച്ചു. ഒരു മെത്തേഡ് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് സെക്കൻഡ് മെത്തേഡ് വെച്ചൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ? ഏത് എളുപ്പം നോക്കാം. ഇത് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. Then the remaining angle is എത്ര? ആംഗിൾ Q is equal to 180 - 60 + 40 180 - 100 80 ഡിഗ്രി. അതൊക്കെയാണല്ലോ. ഇനി എന്ത് ചെയ്യുക? ഈ AB എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ വരയ്ക്കുക. ഇതിന്റെ സെൻട്രൽ ആംഗിൾ വരയ്ക്കുക. AB എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ വരച്ചു. ഇപ്പൊ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്?
ആംഗിൾ പിയും ആംഗിൾ AOBയും കൂടെ പ്ലസ് ചെയ്താൽ 180 കിട്ടും. അറിയാവുന്ന കാര്യമാണ്. കാരണം എന്താണ്? പഴയ കാര്യമാണ്, വീണ്ടും പറയേണ്ട കാര്യമില്ല. ആംഗിൾ P പ്ലസ് ആംഗിൾ O ഈസ് ഈക്വൽ ടു ആംഗിൾ P പ്ലസ് ആംഗിൾ O ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഏതോ ആംഗിൾ AOB. ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 180 minus 60 120 degree. So this angle is 120 degree. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. ഇത് 120. ഇനി ആംഗിൾ AOB 120 ആണെങ്കിൽ ആംഗിൾ ACB എത്ര? AOB 120 ആണെങ്കിൽ ACB പഴയ ചാപ്റ്റർ സർക്കിൾസ്, ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഇതിന്റെ പകുതിയാണ് ഇത് 60. 120യുടെ പകുതി 60 ഡിഗ്രി. സോ ദിസ് ആംഗിൾ C is equal to 60 ഡിഗ്രി. കണ്ടോ? നേരെ അങ്ങോട്ട് പോകുന്നു. ഇതുപോലെ തന്നെ BC എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ വരിക. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര? 100. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര? അതിന്റെ പകുതി, ഇതിന്റെ പകുതി 50 ഡിഗ്രി. സോ ആംഗിൾ A എത്ര? 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി. കിട്ടിയല്ലോ. അപ്പൊ ഇത് 50, ഇത് 60. ദെൻ ദിസ് ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ C കിട്ടി, A കിട്ടി, C കിട്ടി. ആംഗിൾ BO, ആംഗിൾ B is equal to 180 minus 50 plus 60 എത്ര? 70 ഡിഗ്രി. കണ്ടോ? ഇത് 70 ഡിഗ്രി. അപ്പൊ 3 ആംഗിൾ ആയല്ലോ. അപ്പൊ ആ രീതിയിലും നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതുവരെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകുന്നവര് ഈ പ്രോബ്ലം കണ്ടാൽ ഇതൊക്കെ എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചു പോകും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നോക്കാം ഈ ചോദ്യം. ഇൻ ദ പിക്ചർ PQRSTU ആർ ടാൻജൻസ് ടു ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാംഗിൾ ABC. ഫൈൻഡ് ദി ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. ഇതില് കുറച്ച് ടാൻജൻസ്, ഒരു ട്രയാംഗിൾ, അതിന്റെ വേർട്ടിസസ് ഒക്കെ തന്നിരിക്കുന്നു. ഫൈൻഡ് ദ ഈക്വൽ ആംഗിൾ, സോർട്ട് ഔട്ട് ദ ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഈ ആംഗിളിനെ X എന്ന് വിളിക്കാം. ഏത്? ആംഗിൾ QAB ഈസ് ഈക്വൽ ടു X എന്ന് വിളിക്കും. QAB X ആണെങ്കിൽ ഈ X എന്ന് പറയുന്ന ആംഗിൾ ഏതൊക്കെ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? കോഡ് BA ആൻഡ് ടാൻജന്റ് ത്രൂ A. സോ കോഡ് AB ആണ്, AB അല്ലെങ്കിൽ BA. ABയുടെ രണ്ടറ്റത്തും പിടിച്ച് നമ്മൾ എവിടെ പോയി അവസാനിക്കുന്നു എന്ന് നോക്കുക. ആ ആംഗിള് ഇതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ആംഗിൾ QAB ഇസ് ഈക്വൽ ടു ആംഗിൾ ACB. ആംഗിൾ ACBയും X ആണ്. ഇനി അടുത്ത കാര്യം, ഇത് നമ്മൾ എക്സ്റ്റെൻഡ് രണ്ട് രീതിയിൽ ഇനി പറയാം കേട്ടോ. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. SBA is an isosceles triangle. Its base angles are equal എന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് ഇതും X എന്ന് പറയാം. അല്ലെങ്കിൽ ദിസ് ആംഗിൾ ഏത്? ACB എന്ന് പറയുന്ന ആംഗിള് എന്തിനു തുല്യമായിരിക്കും? AB എന്ന കോഡ് ബിയിൽ ഉണ്ടാക്കുന്ന ടാൻജന്റിന്റെ അളവിന് തുല്യമായിരിക്കും. ശരിയല്ലേ? തിരിച്ച ചിന്തിക്കുമ്പോഴാണ്. അതായത് AB എന്ന കോഡ് ബിയിൽ കൂടി ഉണ്ടാക്കുന്ന ടാൻജന്റ് ആണ് BS. അപ്പൊ ആംഗിൾ ഇത് എന്തിനു തുല്യമായിരിക്കും? BA എന്ന കോഡാണ്. അപ്പൊ ബിയിലും എയിലും തൊട്ട് എവിടെ അവസാനിക്കുന്നു? ഇവിടെ അവസാനിക്കുന്നു. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ X. കൺവേഴ്സ് പറഞ്ഞ വേറെ രീതിയിൽ നമുക്ക് എളുപ്പം ഇതാണ് കണ്ടോ. ഈ രണ്ടും ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്, അതുകൊണ്ട് ഈക്വൽ എന്ന് പറയാം. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ ഈക്വൽ ടു X. വിച്ച് വൺ? ആംഗിൾ ABS, SBA എന്ന് പറയാം. ആംഗിൾ ABSഉം X. കണ്ടോ, ഇത് മൂന്നും ഈക്വൽ. ഇതുപോലെ സിമിലർലി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സിമിലർലി ഇതുപോലെ ഏതൊക്കെ? ഈ ആംഗിൾ Y ആണെങ്കിൽ ഏതാംഗിൾ? PAC. AC എന്ന കോഡിന്റെ ഒരു എൻ പോയിന്റ് ആയ എയിൽ കൂടിയുള്ള ടാൻജന്റ്, ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ CA എന്ന കോഡാണ് എന്തിനു തുല്യം? ആംഗിൾ ബിക്ക് തുല്യം. സിമിലർലി ആംഗിൾ PAC is equal to angle CBA is equal to ഏത്? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ കിട്ടുന്നത് ഈ ആംഗിൾ ഏത്? ഇതിന് നമ്മൾ വേറെ എന്തെങ്കിലും പേര് കൊടുത്താൽ, എസ് ഇവിടെ M എന്ന് പേര് കൊടുത്താൽ
MCA അല്ലെങ്കിൽ TCA, ആംഗിൾ TCAക്ക് തുല്യമായിരിക്കും. ഇവിടെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് രണ്ടും എന്താ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾസ് ആണ്, ഈക്വൽ ആയിട്ട് വരും. കണ്ടോ, ഇത് മൂന്നും ഈക്വൽ. അടുത്ത പേര് പറയാലോ, ഏതാ? ഏത് UCB എന്ന് പറയുന്ന ആംഗിൾ എന്തിന്? ഇതിന് തുല്യമായിരിക്കും. ഇത് Z ആണെങ്കിൽ ഇതും Z ആയിരിക്കും. ആംഗിൾ UCBയും ഈ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ CAB, ആംഗിൾ CABയും പിന്നെ അപ്പുറമുള്ളത് ഇതും ഏത്? RBC, ആംഗിൾ RBCയും ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഇതാണ് 3 സെറ്റ് ഈക്വൽ ആംഗിൾസ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇതൊന്നുകൂടിയൊക്കെ വരച്ച് ചെയ്ത് നോക്കുക. ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് വളരെ എളുപ്പം മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു വെരി മച്ച്.